ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത വർഷമാണ് ചാമ്പ്യൻസ് ട്രോഫി. പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഇപ്പോഴിതാ BCCI പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീം വരില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം പാകിസ്ഥാൻ വലിയ കോലിളക്കമാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് വരുത്തിക്കാനാണ് അവർ നോക്കുന്നത്. ICCക്ക് പാകിസ്ഥാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ വേൾഡ് കപ്പിന് ഇന്ത്യയിലേക്ക് വന്നു, എന്തുകൊണ്ട് ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് വരുന്നില്ലെന്നാണ് അവർ ചോദിക്കുന്നത്. ടൂർണമെന്റ് അവരാണ് നടത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുമെന്നാണ് അവർ പറയുന്നത്. ഇല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരാത്തതുകൊണ്ട് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താണ്. പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് കാര്യം അറിയിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കില്ല. പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു T20യിൽ മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ സഞ്ജുവിനെ T20യിൽ മാത്രം ഒതുക്കാൻ ഗംഭീറിന് പദ്ധതിയില്ല. സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് എടുക്കാനാണ് പദ്ധതി. T20യിൽ വരുന്നതിന് മുൻപ് സഞ്ജു ഏകദിനത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ മികച്ച സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിനുണ്ട്. പക്ഷേ BCCI സഞ്ജുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാറാണ് പതിവ്. ഇപ്പോഴത്തെ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് എടുക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന ഏകദിന സീരീസിൽ സഞ്ജു ഉണ്ടായിരിക്കും. ഇനി ഇന്ത്യയുടെ ഏകദിന പരമ്പര ഇംഗ്ലണ്ടുമായിട്ടാണ്. ജനുവരിയിലാണ് അത് നടക്കുന്നത്. ഋഷഭ് പന്തിനൊപ്പം തന്നെ സഞ്ജുവും ഏകദിന ടീമിൽ ഉണ്ടാകുമെന്നാണ് ഗംഭീർ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഏകദിനത്തിലും സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഏകദിനത്തിലും സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മ സഞ്ജു ഓപ്പണിംഗ് കൂട്ടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേൾഡ് കപ്പിൽ സഞ്ജു ഉണ്ടായിരുന്നു, പക്ഷേ ഒരു മാച്ചിൽ പോലും കളിപ്പിച്ചില്ല. സന്നാഹ മത്സരത്തിൽ സഞ്ജുവും രോഹിത് ശർമ്മയുമാണ് ഓപ്പണിംഗിൽ കളിച്ചത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.